ഓരോ യാത്രയും അവസാനിക്കുന്നത് പുതിയൊരു യാത്രയ്ക്കുള്ള തുടക്കമായിട്ടാണ്. ഈ ഒരു ചിന്തയോടെയാണ് ഞങ്ങൾ രാജസ്ഥാനിലെ വെള്ളപ്പൊയ്കകളുടെ നഗരമായ ഉദയ്പൂരിലേക്ക് വണ്ടി കയറിയത്. രാവിലെ 7 മണിയോടെ തന്നെ നഗരത്തിൻ്റെ തണുപ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുറച്ചു നേരം വിശ്രമിച്ച് ഉദയ്പൂരിലെ മനോഹരമായ ഒരു വൈകുന്നേരം ആസ്വദിക്കാനായി 5 മണിയോടെ ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഉദയ്പൂരിൻ്റെ പ്രിയപ്പെട്ട ഇടമായ ഫത്തേസാഗർ തടാകത്തിൽ നിന്നാണ്. തടാകത്തിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ കാറ്റുള്ള ആ നടത്തം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭൂതിയായിരുന്നു. വെള്ളത്തിൽ നിന്ന് തട്ടിവരുന്ന തണുത്ത കാറ്റും അസ്തമയ സൂര്യൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള പ്രഭയും ആ പ്രദേശത്തെ ഒരു സ്വപ്നലോകമാക്കി മാറ്റിയിരുന്നു. അവിടെ അല്പനേരം ചിലവഴിച്ച ശേഷം ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി നീങ്ങി. വിസ്മയിപ്പിക്കുന്ന അക്വേറിയം അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഫത്തേസാഗർ തടാകത്തിന് അരികിൽ തന്നെയുള്ള അണ്ടർ ദ സൺ എന്ന അക്വേറിയമായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. വെറുമൊരു അക്വേറിയം എന്നതിലുപരി വിനോദത്തിൻ്റെയും അറിവിൻ്റെയും ഒരു വലിയ ലോകമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വർണ്ണ മത്സ്യങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. മീനുകൾക്ക് നടുവിൽ നിൽക്കുന്ന അനുഭവം നൽകുന്ന ഗ്ലാസ് ബോക്സ് അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു.
കടലിൻ്റെ ആഴങ്ങളിൽ സ്രാവുകൾക്കും തിമിംഗലങ്ങൾക്കും ഒപ്പം നീന്തുന്ന അനുഭവം നൽകുന്ന വെർച്വൽ റിയാലിറ്റി സെക്ഷൻ ശരിക്കും ആവേശകരമായിരുന്നു. ഒപ്പം വ്യത്യസ്തമായ 3D പശ്ചാത്തലങ്ങളിൽ ഉള്ള ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം യാത്രികർക്ക് ഒരു പുതിയ അനുഭവമാണ് നൽകുന്നത്. അക്വേറിയത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങളെ വരവേറ്റത് വർണ്ണവിളക്കുകളാൽ അലങ്കൃതമായ ഉദയ്പൂർ നഗരമാണ്. ദീപാവലി രാത്രിയുടെ ആവേശത്തിൽ നഗരം മുഴുവൻ ആഘോഷ തിമിർപ്പിലായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ചെറിയൊരു കഫേയിൽ കയറി കോൾഡ് കോഫിയും ഒരു ചോക്ലേറ്റ് കോഫിയും നുണഞ്ഞു. ആ പാനീയത്തിൻ്റെ മധുരത്തിനൊപ്പം ഉദയ്പൂരിലെ രാത്രി കാഴ്ചകളും കൂടി ചേർന്ന് ആ യാത്ര പൂർണ്ണമായി. ലോകമെന്നത് ഒരു പുസ്തകമാണ്. യാത്ര ചെയ്യാത്തവർ അതിലെ ഒരു പേജ് മാത്രമേ വായിക്കുന്നുള്ളൂ. പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടരുക. കാരണം ഓരോ യാത്രയും നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കും. ഈ യാത്രാ വിവരണം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.